ഹലോ, എക്സ്പ്ലോറിംഗ് ഹൊറിസൻ്റെ പ്രഥമ വീഡിയോസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിരസകരമായ ഒരു ട്രിപ്പിലേക്ക് നിങ്ങളെ ഞാൻ ഈ വീഡിയോസിലൂടെ ക്ഷണിക്കുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ഒരു അതിരസകരമായ ടൂറിസ്റ്റ് മേഖലയിലേക്കാണ് ഞാൻ ഇന്ന് എൻ്റെ യാത്ര പോകുന്നത്. എൻ്റെ പ്രഥമ വീഡിയോസിൽ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അത്രയ്ക്ക് വശ്യമനോഹരവും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ അതിവേഗം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കക്കാടംപൊയിൽ എന്ന ഏരിയ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏരിയയാണ്. അതായത് നിലമ്പൂരിൽ നിന്നും വെളിയന്തോട് വഴി ഒരു 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് KSRTC ബസ്സുകൾ അവിടേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് രാവിലെ 4 ട്രിപ്പും അതുപോലെ തന്നെ വൈകുന്നേരം 2 ട്രിപ്പും അടക്കം 6 ട്രിപ്പുകളോളം KSRTC ബസ്സുകൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് സർവീസ് നടത്തി വരുന്നുണ്ട്. 33 രൂപയാണ് അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ്. പക്ഷേ KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങുകയും അതുപോലെ തന്നെ പ്രകൃതിയിലെ രസങ്ങൾ ആസ്വദിക്കുവാനും സാധിക്കുകയില്ല. ബസ്സിൽ നിന്നും കാണുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാറിലോ അതുപോലെ തന്നെ ബൈക്കുകളിലോ ഒക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ വഴിയോര കാഴ്ചകളും വിശദമായി ആസ്വദിക്കുവാനും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുമായി ഈ ഞായറാഴ്ച കക്കാടംപൊയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. മലനിരകൾ അതിർത്തി നിൽക്കുന്ന പ്രത്യേക കാഴ്ചകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ വേറൊരു മേഖലയിലേക്ക് ഞങ്ങൾ എത്തിപ്പോയി. ഇടിവണ്ണ എന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അതിൻ്റെ ബോർഡറിൽ ഒരു പാലം സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2010 എന്ന് തോന്നുന്നു ഈ ഒരു പാലം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കക്കാടംപൊയിലെ ഹൈ റേഞ്ച് മേഖലയിലേക്ക് പ്രവേശിച്ചതോടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ഒരു രസകരമായ ഏരിയയുണ്ട്. ഇതാണ് ആ ഏരിയ. കെട്ടുങ്ങൽ എന്നാണ് ഇത് പറയപ്പെടുന്നത്. അതായത് അവിടെ ഒരു വൈദ്യുത നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് കക്കാടംപൊയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് വേണ്ടി ഇതാ ഒരു ചെറിയ പാലം ഈ അരുവിക്ക് കുറുകെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ പ്രാക്തന ഗോത്രവർഗമായ ആദിവാസി വിഭാഗത്തിന് വളരെ ഉപയുക്തമാണ്. അവരുടെ വീടുകളും വാസസ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ പാലം ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത് ഒരു ചെറിയ അരുവിക്ക് കുറുകെയാണ് ഉള്ളത്. ഈ അരുവി കക്കാടംപൊയിലിൻ്റെ ഉത്തുംഗ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ച് അങ്ങനെ ഒഴുകി ചാലിയാറിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സന്ദർശകരുടെ തിരക്ക് ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിലും വളരെയധികം ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല വളരെ അപകടം പിടിച്ച ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു അരുവി എന്ന് പറയുന്നത്. ഇവിടെ കുളിക്കാനിറങ്ങുന്നതും അതുപോലെ തന്നെ നീന്തുകയും ചെയ്യുന്നത് ജീവന് ഭീഷണിയായതിനാൽ അധികാരികൾ ഇവിടെ വളരെ കർശനമായി പുഴയിലിറങ്ങുന്നതും മറ്റും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ പുഴയിൽ നിന്നും ഈ പുഴയോരങ്ങളിലെ കാഴ്ചകൾ വളരെ രസകരമായി നുകരുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി ഞങ്ങളുടെ യാത്ര തുടരുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലേക്ക് പോകുന്നു. കൂടെ എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമുണ്ട്.
ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ഇതാ എസ് വളവ് എന്ന കക്കാടംപൊയിലിൻ്റെ വളരെ സെൻസേഷനായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ടോപ്പ് മേഖലയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. മാണിക്യമുടി, അതുപോലെ തന്നെ പരുന്തൻമല എന്ന് വേണ്ട കൊളപ്പാടൻ മല, എല്ലാ മലകളും അതിരിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ റിലാക്സേഷനും പറ്റിയ ഒരു ഇടം തന്നെയാണ്. കക്കാടംപൊയിലേക്കുള്ള KSRTC ബസ് ഇതാ വരുന്നു. സന്ദർശകരും അതുപോലെ തന്നെ ധാരാളം യാത്രികരും ഈ റൂട്ടിൽ നിത്യേന എന്നോണം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചകൾ തന്നെയാണ് കക്കാടംപൊയിലിനെ വേറിട്ട് നിർത്തുന്നത്. നമ്മുടെ ഊട്ടിയിലെ കാലാവസ്ഥയ്ക്ക് സമാനമായ ഒരു കാലാവസ്ഥയാണ് ഈ ഒരു മേഖലകളിൽ നമുക്ക് അനുഭവവേദ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം റിസോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ മേഖലകളിൽ നടന്നു വരുന്നു. വളരെ രസകരമായ ഈ വ്യൂ പോയിൻ്റ് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു വിനോദസഞ്ചാര മേഖലയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. നിലമ്പൂർ മിൽമ ബാറിൻ്റെ കീഴിലുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഒരു അടിപൊളി ഭക്ഷണത്തിന് ശേഷം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.